എല്ലാ ബാങ്കുകളും പേഴ്സണൽ ലോൺസും പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺസും നൽകുന്നുണ്ട്. ഈ പേഴ്സണൽ ലോൺസിന് നമ്മൾ വായ്പ അപേക്ഷിക്കാൻ വേണ്ടി ബാങ്കിനെ സമീപിക്കുമ്പോൾ അവർ പറയുന്ന ഡോക്യുമെന്റ്സ് ഒക്കെ നൽകി നമ്മൾ കുറച്ചു കാലം കാത്തിരുന്ന് നമ്മൾ എലിജിബിൾ ആണെങ്കിൽ മാത്രമേ ലോൺ ലഭിക്കുകയുള്ളൂ. എന്നാൽ പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺസ് എന്ന് പറയുന്നത് പേര് സൂചിപ്പിക്കുന്ന പോലെ ബാങ്ക് കുറച്ച് കസ്റ്റമേഴ്സിനെ സെലക്ട് ചെയ്യും. അങ്ങനെയുള്ള കസ്റ്റമേഴ്സിന് ഓൾറെഡി ആ ഓഫർ അവർ കൊടുത്തിട്ടുണ്ടാവും. 1-2 ക്ലിക്കിനുള്ളിൽ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആവുകയും ചെയ്യും. ഇങ്ങനെയുള്ള ലോണുകൾക്കാണ് പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺസ് എന്ന് പറയുന്നത്. ഈ ലോൺ ഓഫർ ഉള്ളവർക്ക് 100% ഓൺലൈൻ ഡോക്യുമെന്റേഷൻ ആയിട്ട് നമ്മളുടെ മൊബൈൽ മുഖേന തന്നെ ലോണിന് അപേക്ഷിച്ച് വെറും 10-15 മിനിറ്റിനുള്ളിൽ തന്നെ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ആവും. അതും ഒരു രീതിയിലുള്ള ഈടോ ജാമ്യമോ നൽകാതെ തന്നെ. ഇന്ന് ഈ വീഡിയോയിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ നൽകുന്ന പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോണിന്റെ സമ്പൂർണ്ണ വിവരങ്ങളാണ്. ഞാൻ ഓൾറെഡി ഒരു വീഡിയോ ഇതിനെക്കുറിച്ച് ചെയ്തിട്ടുണ്ട്. ഇതുവരെയായിട്ട് കാണാത്തവർക്കായിട്ടാണ് ഈ വീഡിയോ തയ്യാറാക്കിയിരിക്കുന്നത്. ഈ വീഡിയോ മുഴുവൻ കാണുമ്പോൾ എങ്ങനെ ഈ ലോൺ ഓഫർ നമുക്ക് ഉണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ഓൺലൈൻ വഴി ചെക്ക് ചെയ്യാം, ഉണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അപേക്ഷിക്കാം, അതുപോലെ തന്നെ ഇതിന്റെ വായ്പാ തുക ആർക്കൊക്കെ ലോൺ ലഭിക്കും, ഇതിന്റെ തിരിച്ചടവ് തുടങ്ങിയ സമ്പൂർണ്ണ വിവരങ്ങളാണ്. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ സന്ദർശിക്കുന്നത്, യൂട്യൂബ് ചാനലിൽ ഇതുപോലുള്ള അനേക യൂസ്ഫുൾ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെയൊക്കെ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. എൻ്റെ പേര് ക്ലിൻസ് മണിയുള്ളിൽ. വെൽക്കം ടു മൈ ചാനൽ. ഇന്ത്യയിലെ ഏറ്റവും വലിയ പൊതുമേഖലാ ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതുകൊണ്ട് തന്നെ മറ്റേതൊരു ബാങ്കിനെ കമ്പയർ ചെയ്യുമ്പോൾ പലിശ നിരക്ക് കുറവും പ്രോസസ്സിംഗ് ഫീസ് കുറവും മറ്റ് ഹിഡൻ ചാർജുകൾ ഇല്ലാത്തതുമായിട്ടുള്ള ഒരു ബാങ്കാണ് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺ ഇനത്തിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ 15 ലക്ഷം രൂപ വരെയാണ് നിലവിൽ വായ്പയായിട്ട് നൽകുന്നത്. ഈ 15 ലക്ഷം രൂപ എന്ന് പറയുമ്പോൾ അത്ര നമുക്ക് കിട്ടണമെന്നില്ല. നമ്മുടെ സിബിൽ സ്കോറും അതുപോലെ തന്നെ നമ്മുടെ പ്രതിമാസ വരുമാനം പരിഗണിച്ചാണ് പരമാവധി എന്തുമാത്രം വായ്പ തുക നൽകണമെന്ന് ബാങ്ക് തീരുമാനിക്കുന്നത്. നമ്മൾ ഏതൊരു വായ്പ എടുക്കാൻ പോകുമ്പോഴും അതിന്റെ പലിശ നിരക്ക് അറിയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇങ്ങനെയുള്ള പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺസിന് ഏതൊരു ബാങ്ക് വായ്പ നൽകിയാലും പലിശ കൂടുതലായിരിക്കും. കാരണം ബാങ്കിനെ സംബന്ധിച്ച് ഇതൊരു ഹൈ റിസ്ക് ലോൺ ആണ്. കാരണം നമ്മൾ ഈടോ ജാമ്യം ഒന്നും നൽകുന്നില്ല. ഈ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോണിന്റെ വാർഷിക പലിശ നിരക്ക് ആരംഭിക്കുന്നത് 10.30%. അപ്പം നമ്മൾ മനസ്സിലാക്കണം, നിങ്ങൾക്ക് നല്ലൊരു സിബിൽ സ്കോർ ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് പരമാവധി പലിശ നിരക്ക് കുറച്ച് കിട്ടും. പരമാവധി തിരിച്ചട കാലാവധി 7 വർഷം വരെ ലഭിക്കും. നിങ്ങൾക്ക് ഈ ലോൺ ഓഫർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വളരെ സിമ്പിൾ ആണ്. നിങ്ങൾ സ്ക്രീനിൽ കാണുന്ന പോലെ നിങ്ങളുടെ യോണോ SBI എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യണം. യോണോ SBI എന്ന ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് താഴെയായിട്ട് ഒരു അംബ്രല്ലയുടെ ഒക്കെ പടം കാണാം. നിങ്ങൾക്ക് ലോൺ ഓഫർ ഉണ്ടെങ്കിൽ കൺഗ്രാജുലേഷൻസ്, നിങ്ങൾക്ക് ഇത്ര രൂപ ലോൺ ഓഫർ ഉണ്ടെന്ന് കാണിക്കും. അവിടെ ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് എന്തുമാത്രം ലോൺ തുക, അതിൻ്റെ പലിശ നിരക്ക്, തിരിച്ചടവ്, GST, പ്രോസസ്സിംഗ് ഫീസ് തുടങ്ങിയ ചാർജുകളുടെ ഡീറ്റെയിൽസ് എല്ലാം കാണും. അത് ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് കണ്ടിന്യൂ ചെയ്യാം. കണ്ടിന്യൂ ചെയ്തതിന് ശേഷം നിങ്ങൾ ആധാർ കാർഡുമായിട്ട് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പറിലേക്ക് ഒരു OTP വരും. ആ OTP എൻ്റർ ചെയ്യുമ്പോൾ എഗ്രിമെൻറ്റ് സാങ്ഷൻ ആവും. അതിനുശേഷം ഏതാണ്ട് ഒരു 15 മിനിറ്റിനുള്ളിൽ നിങ്ങളുടെ അക്കൗണ്ടിൽ ക്യാഷ് ക്രെഡിറ്റ് ആവും. അത്ര കൺവീനിയൻ്റ് ആയിട്ടുള്ള ഒരു ലോൺ ആണ് ഈ പ്രീ അപ്രൂവ്ഡ് പേഴ്സണൽ ലോൺസ്. ഇനി മറ്റൊരു മെത്തേഡ് എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഈ ലോൺ ഓഫർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ വേണ്ടി നിങ്ങളൊരു ടെക്സ്റ്റ് മെസ്സേജ് അയച്ചാൽ മതി. ടെക്സ്റ്റ് മെസ്സേജ് എന്ന് പറയുമ്പോൾ PAPL സ്പേസ് നിങ്ങളുടെ 4 ഡിജിറ്റ്, നിങ്ങളുടെ അക്കൗണ്ട് നമ്പറിൻ്റെ ലാസ്റ്റ് 4 ഡിജിറ്റ് എൻ്റർ ചെയ്യുക. അതിനുശേഷം 567676 നിങ്ങൾ മെസ്സേജ് അയച്ചു കഴിഞ്ഞാൽ റിപ്ലൈ വരും. നിങ്ങൾക്ക് ലോൺ ഓഫർ ഉണ്ടെങ്കിൽ നിങ്ങൾ ഈ കാണുന്ന ഫോർമാറ്റിൽ അയച്ചാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങളുടെ നെറ്റ് ബാങ്കിങ് ഓപ്പൺ ചെയ്ത് അവിടെ ലോൺസ് എന്നുള്ള സെക്ഷനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ലോൺ ഓഫർ ഉണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് ഇത് അറിയാൻ സാധിക്കും. ഇങ്ങനെ 3 രീതിയിൽ നിങ്ങൾക്ക് ലോൺ ഓഫർ ഉണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കും. ഈ വായ്പ ലഭ്യമാകണമെങ്കിൽ കുറഞ്ഞത് 750 സിബിൽ സ്കോറും പിന്നെ നിങ്ങൾക്കൊരു സാലറി അക്കൗണ്ട് സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയിൽ ഉണ്ടെങ്കിലാണ് കൂടുതലും ഈ വായ്പ ലഭ്യമാകുന്നത്. പിന്നെ നിങ്ങൾക്ക് നല്ലൊരു ട്രാൻസാക്ഷനും ഉണ്ടായിരിക്കണം. ഈ ലോണിന് എലിജിബിൾ ആയിട്ടുള്ളവർക്ക് അപേക്ഷിക്കുന്നതിന് മുമ്പ് ഈ പറഞ്ഞ ഡോക്യുമെന്റ്സ് എല്ലാം കൈക്കരുതിയിരിക്കണം. ആധാർ കാർഡ്, പാൻ കാർഡ്, നിങ്ങളുടെ ആധാർ കാർഡ് ലിങ്ക് ചെയ്തിരിക്കുന്ന മൊബൈൽ നമ്പർ, ഇമെയിൽ ID തുടങ്ങിയ ഡീറ്റെയിൽസ് എല്ലാം നിങ്ങളുടെ കയ്യിലുണ്ടായിരിക്കണം. ഈ ലോണിന് അപേക്ഷിച്ചാൽ അവരുടെ അനുഭവം ഈ വീഡിയോയുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. മറ്റനേകം പേർക്ക് ഉപയോഗപ്പെടുന്നതാണ്. എങ്കിൽ പിന്നെ പുതിയൊരു വീഡിയോയുമായി അടുത്ത എപ്പിസോഡിൽ